പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കപ്പെട്ടവരെ, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിൽ ഏറ്റവും വേദനാജനകമായ പീഡകളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവപുത്രൻ സ്വയം ഏറ്റെടുത്ത പീഡാസഹനങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ഏറ്റവും വേദനാജനകമായ പീഡകളിലൊന്ന് തൂണിൽ കെട്ടിയിട്ടുള്ള ചമ്മട്ടിയടി ആയിരുന്നു. സുവിശേഷത്തിൽ പറയുന്നു, അവൻ 12 പേരെയും അടുത്തു വിളിച്ചു പറഞ്ഞു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെപ്പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതീയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മർദ്ദിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. യേശു തൻ്റെ ചമ്മട്ടിയടിയെ ഇവിടെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. പല വിശുദ്ധരും ചമ്മട്ടിയടി ഏൽക്കുന്ന യേശുവിനെ വളരെയധികം തീക്ഷ്ണതയോടെ ആരാധിച്ചിരുന്നു. ദൈവകുഞ്ഞാടിനെ ഏൽക്കേണ്ടി വന്ന ദയാരഹിതമായ ചമ്മട്ടി അടിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ വിശുദ്ധ ബർണാഡിൻ്റെ ഹൃദയം സഹതാപത്താൽ ഉരുകുമായിരുന്നു. വിശുദ്ധ അൽഫോൻസൂസ് യേശുവിനെ ഏൽക്കുന്ന ചമ്മട്ടി അടികളെക്കുറിച്ച് ധ്യാനിക്കാനും നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അവൻ സഹിച്ച വേദനകളെ മനസ്സിലാക്കാനും ഭക്താത്മാക്കളോട് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ എംറിച്ച് ദൈന്യതയോടെ വിവരിക്കുന്നത് പോലെ മറ്റാരും ദിവ്യരക്ഷകൻ ഏറ്റ ക്രൂരമായ മർദ്ദനത്തെ വിവരിക്കുന്നില്ല. നമ്മുടെ ആത്മാവിനെ ആ ക്രൂരമായ ചമ്മട്ടി അടികളുടെ ഉള്ളറകളിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലാണ് ചമ്മട്ടി അടിയെക്കുറിച്ചുള്ള അവരുടെ ദർശനത്തെക്കുറിച്ച് എംറിച്ച് എഴുതുന്നത്. ഈ വിശുദ്ധയുടെ വെളിപാടുകൾ വായിക്കുന്നത് യേശുവിനേറ്റ ചമ്മട്ടി അടികളെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് അത്ഭുതകരമായ വിധത്തിൽ നമ്മെ സഹായിക്കുന്നതാണ്. അതിലെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ആൻ കാതറിൻ എംറിച്ചിൻ്റെ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് യേശുവിനെതിരെയുള്ള കുറ്റാരോപണങ്ങൾ പ്രധാന പുരോഹിതന്മാരും പൗരപ്രമുഖന്മാരും നടത്തുമ്പോൾ സ്വതവേ വ്യക്തമായ നിലപാടുകളില്ലാത്ത പീലാത്തോസ് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നത് നമുക്ക് കാണാം. ശിക്ഷയ്ക്ക് വിധിക്കാൻ മാത്രം കുറ്റകൃത്യങ്ങൾ ഞാൻ അവനിൽ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനെ വിട്ടയക്കുമെന്ന് ഒരു സമയത്ത് പറയുന്ന പീലാത്തോസ് പിന്നീട് യേശുവിനെ ക്രൂരമായി മർദ്ദിക്കാൻ വിട്ടുകൊടുക്കുന്നു. കൊടും ക്രൂരന്മാരായ പീഡകർ നമ്മുടെ രക്ഷകനായ യേശുവിനെ ചമ്മട്ടിയടിക്കാനുള്ള തൂണിലേക്ക് ആനയിച്ചു. ചമ്മട്ടിയും ചാട്ടയും കയറും തൂണിനരുകിൽ ഒരുക്കിവെച്ച് ആരാച്ചാർ യേശുവിനായി കാത്തുനിന്നു. കുറ്റവാളികൾക്ക് ചമ്മട്ടിയടി നൽകാൻ പ്രത്തോറിയത്തിൽ നിഷ്ഠൂരരായ 6 പേർ നിയോഗിക്കപ്പെട്ടിരുന്നു. മ്ലേച്ഛരും നികൃഷ്ടരുമായ അവർ കുറ്റവാളികളെ ചമ്മട്ടിയടിച്ച് കൊന്നുകളഞ്ഞിരുന്നത് അതേ തൂണിലായിരുന്നു. മൃഗീയവും പൈശാചികവുമായ ചേഷ്ടകളും സ്വഭാവങ്ങളുമായിരുന്നു അവർക്ക്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ പീഡകൾ താൻ സ്വയം ഏറ്റെടുത്തതായതിനാൽ യാതൊരുവിധ പ്രതിഷേധവും കാണിച്ചിരുന്നില്ല. എങ്കിലും അവർ അവനെ മുഷ്ടികൊണ്ടും കയറുകൊണ്ടും അടിച്ചു. ക്രോധത്തോടെ അവനെ ചമ്മട്ടിത്തൂണിലേക്ക് അവർ വലിച്ചഴച്ചു. ഉയരമുള്ള ഒരാൾക്ക് കയ്യെത്തിച്ച് തൊടാവുന്ന ഉയരമേ മുകളിൽ വൃത്താകൃതവും ഇരുമ്പുവളയം ഘടിപ്പിച്ചതുമായ ആ തൂണിന് ഉണ്ടായിരുന്നുള്ളൂ. തൂണിൻ്റെ പുറകിൽ മധ്യഭാഗത്തായി വളയമോ ഹുക്കോ പോലുള്ള ഒന്ന് ഉണ്ടായിരുന്നു. തീരെ ഇടുങ്ങിയ ആ സ്ഥലത്തു വെച്ച് യേശുക്രിസ്തുവിന് ഏൽക്കേണ്ടി വന്ന ക്രൂരമായ പീഡകൾ വിവരിക്കുക അസാധ്യമാണ്. ഹെറോദേസ് യേശുവിനെ പരിഹസിച്ചുകൊണ്ട് ധരിപ്പിച്ച കുപ്പായം വലിച്ചുകീറിയ ക്രൂരന്മാർ നമ്മുടെ കർത്താവിനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ഒരു ബലിയാടായി തന്നെ സമർപ്പിച്ച നല്ലവനും കരുണാമയനുമായ യേശുനാഥ, ഞങ്ങൾ അങ്ങയെ ആശ്വസിപ്പിക്കുന്നു. മനുഷ്യരാൽ വിധിക്കപ്പെടുന്നതിനായി അങ്ങയുടെ എളിമയിൽ യഹൂദ ഭടന്മാർക്ക് അങ്ങേൽപ്പിച്ചു കൊടുക്കപ്പെട്ടു. ഓ നല്ല ദൈവമേ, അവർ അങ്ങയെ ഒരു കുറ്റവാളിയെപ്പോലെ കരുണയില്ലാത്തവരുടെ അടുത്തേക്ക് വലിച്ചഴച്ചു. ഓ പീഡയനുഭവിക്കുന്ന യേശുനാഥ, ലോകത്തിൻ്റെ കോടതികളിൽ ഏൽക്കേണ്ടി വന്ന ഈ നിന്ദനങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയെ ആശ്വസിപ്പിക്കുന്നു.
അങ്ങയുടെ ജനത്തിൽ നിന്നും അങ്ങ് സഹിച്ച ക്രൂരമായ എല്ലാ പീഡനങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആശ്വസിപ്പിക്കുന്നു. നിത്യവും അങ്ങ് ആരാധിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ യേശുവേ, ഭൂമിയിൽ അങ്ങേക്കെതിരായി ചെയ്യപ്പെടുന്ന സകല പാപങ്ങൾക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ആമേൻ.